children, welcome to Kids Area Online. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? മാത്സ് എക്സാം ഈസി ആയിരുന്നോ? എല്ലാ ക്വസ്റ്റ്യനും നല്ലതുപോലെ എഴുതിയായിരുന്നോ? ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസേഴ്സ് ഒക്കെ നോക്കാം. അതിനു മുൻപ് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. ലൈവായിട്ടാണ് ട്യൂഷൻ വരുന്നത്, ഓൺലൈൻ ട്യൂഷനാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ഫീ നൽകിയാണ് പഠിക്കുവാനുള്ളത്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 3ാം ക്ലാസ്സിലുള്ള മാത്സ് എക്സാം ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് പാറ്റേൺ ആണ്. കംപ്ലീറ്റ് ദ പാറ്റേൺ. ഇവിടെ നോക്കി, ഇവിടെ 1 2, ഇവിടെയോ 1 2 3, ഇവിടെയോ 1 2 3 4. അപ്പോൾ അടുത്ത് എത്രയായിരിക്കും വരിക? 5 എണ്ണം. അതായത് ഇവിടെ താഴെ 2, താഴെ 3, താഴെ 4. അപ്പോൾ താഴെ എത്രയായിരിക്കും വരിക? താഴെ 5 എണ്ണം വരും. താഴെ ആദ്യം എത്ര എണ്ണം വരും? 5 എണ്ണം. അപ്പോൾ അതാണ് ഇവിടെ വരയ്ക്കുക. താഴെ അടുത്ത 5 എണ്ണം. 1 2 3 4 5. 5ൽ നിന്ന് കുറച്ചാൽ 4. 1 2 3 4. അടുത്ത് 3. 1 1 2 3. അടുത്ത് 2. 1 2. അടുത്ത് 1. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ 2ൽ തുടങ്ങി 2 എണ്ണം, 3 എണ്ണം, 4 എണ്ണം, 5 എണ്ണത്തിൽ തുടങ്ങി. ഓക്കെ, അടുത്ത് ഇവിടെ നോക്കി, ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ഡാർക്ക് ചെയ്തിരിക്കുന്നു. ഇവിടെയാണ് സർക്കിൾ. ഇപ്പൊ സർക്കിൾ എവിടേക്ക് പോകുന്നു നോക്കാം. സർക്കിൾ ഇവിടെ വന്നു. ഓപ്പോസിറ്റ് ആണ് ഡാർക്ക് ചെയ്യുക. സർക്കിൾ ഇവിടെ വന്നിട്ട് എങ്ങോട്ട് പോയി? ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് പോയതാണ് അടുത്ത് കാണിക്കുന്നത്. മുകളിൽ നിന്ന് വലത്തോട്ട് പോയതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ വരത്ത് എവിടെ വരും? താഴോട്ട് വരും. അപ്പൊ എങ്ങനെ വരയ്ക്കും? ഇതുപോലെ വരച്ചിട്ട് സർക്കിൾ എവിടെ വരും? സർക്കിൾ ഇവിടെ വരും. അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത് ചെയ്യുക? കളർ ചെയ്യുക. ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ വരുന്നുണ്ടാവുക. ഓക്കെ, ഇതിന്റെ കോർണറിലാണ് സർക്കിൾ വരയ്ക്കുക കേട്ടോ. കോർണറിലാണ്, അത് എപ്പോഴും ഓർമ്മിക്കുക. കോർണറിലാണ് സർക്കിൾ ഇരിക്കുന്നത്. ഇവിടെ കോർണർ സർക്കിൾ. അടുത്ത് നോക്കാം. മൂന്നാമത്തേത് 155 256 357. അടുത്ത് എന്തായിരിക്കും വരിക? 1നോട് 2 കൂട്ടി, അടുത്ത് 3 ആയി. ഇവിടെ നോക്കിയ 5 6 7. ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും കൂടി വരികയാണ്. അപ്പോൾ 1 2 3. അടുത്ത് എന്തായിരിക്കും? 4 ആണ് വരിക. അടുത്ത് എന്താ വരിക? 4 ആണ് വരിക. 4 5 അതുപോലെ തന്നെയാണ്. 5 6 7. അടുത്ത് എന്തായിരിക്കും വരിക? 8. 458 ആണ് ആൻസർ. അടുത്ത പാറ്റേൺ നോക്കാം. ആരോ ഇങ്ങോട്ടേക്ക് പോയി, എന്നിട്ട് താഴേക്ക് വന്നു, ലെഫ്റ്റിലേക്ക് വന്നു. അടുത്ത് എന്തായിരിക്കും പോവുക? മുകളിലോട്ടാണ് പോവുക. അടുത്ത ആരോ എങ്ങോട്ടായിരിക്കും പോവുക? മുകളിലോട്ടാണ് പോവുക. അപ്പൊ എങ്ങനെ വരും? ഇങ്ങനെ വരച്ചിട്ട് മുകളിലേക്ക്. ഓക്കെ, ചൂസ് ദ കറക്റ്റ് പിക്ചർ ടു ദ കംപ്ലീറ്റ് പാറ്റേൺ. ഇതിൽ നിന്ന് കറക്റ്റ് പാറ്റേൺ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. കറക്റ്റ് പാറ്റേൺ ഏതായിരുന്നു? ഈ മുകളിലേക്കുള്ളതാണ് കറക്റ്റ് പാറ്റേൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് റൈറ്റ് എ പാറ്റേൺ ഇൻവോൾവിംഗ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. 3 ഡിജിറ്റ് നമ്പേഴ്സിന്റെ പാറ്റേൺ എഴുതുക. അതെന്ത് ചെയ്യാം? 100 125 150 അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ 100 200 300 400. ഓരോരുത്തരും അവരുടെ ഐഡിയക്ക് അനുസരിച്ച് എഴുതിയിട്ടുണ്ടാവും. 3 ഡിജിറ്റ് വേണമെന്നേ ഉള്ളൂ. അത് പാറ്റേൺ ആയിരിക്കണം എന്നുമാണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സേ ദ നമ്പർ. എ ബസ് ഹാസ് 11 seats of 3 people and 9 seats of 2 people. ബസ്സിൽ എന്താണ്? 3 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന 11 സീറ്റും 2 പേർക്ക് വീതം ഇരിക്കാൻ പറ്റുന്ന 9 സീറ്റുമാണ് ഉള്ളത്. 3 പേർക്ക് വെച്ചിരിക്കാവുന്ന 11 സീറ്റ് ഉണ്ട്. 2 പേർക്ക് വെച്ചിരിക്കാവുന്ന 9 സീറ്റുമാണ് ഉള്ളത്. അപ്പോൾ ഹൗ മെനി പീപ്പിൾ ക്യാൻ സിറ്റ് ഇൻ ദ ബസ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ, എത്ര ആൾക്കാർക്ക് ഇരിക്കാൻ കഴിയും? ആദ്യത്തതിൽ എത്ര ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് കഴിയും? അപ്പോൾ 11 ഉള്ള 3 എണ്ണം. അപ്പൊ എത്ര വരും? 33.
9 സീറ്റ് എത്ര പേർക്കാണ്? 2 പേർക്ക് വെച്ചിരിക്കാൻ പറ്റുന്ന 9 സീറ്റ്. അപ്പോൾ എത്ര വരും? 18. രണ്ടും കൂടി എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. ആൻസർ എന്താ വരിക? 51. ഓക്കെ, കിട്ടിയല്ലോ, ആൻസർ കിട്ടിയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ദ ജേർണി സ്റ്റാർട്ടഡ്, യാത്ര ആരംഭിച്ചു. 2 seats of 3 people and 4 seats of 2 people were empty. 3 പേരിരിക്കുന്ന 2 സീറ്റ് ഒഴിഞ്ഞു, 2 പേരിരിക്കുന്ന 4 സീറ്റ് ഒഴിഞ്ഞു. ഹൗ മെനി മോർ പീപ്പിൾ ക്യാൻ സിറ്റ് ആൻഡ് ട്രാവൽ ഇൻ ദ ബസ്? എന്നാൽ എത്ര പേർക്ക് ഇരിക്കാനായിട്ട് കഴിയും? ഓക്കെ, എത്ര പേർ കൂടി ഇരിക്കാൻ കഴിയും? 2 സീറ്റ്, 3 പേർക്ക് വെച്ചുള്ള 2 സീറ്റ്, എന്നിട്ടോ 4 പേർക്ക് വെച്ചുള്ള 2 സീറ്റ്. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യേണ്ടത്? ആദ്യം 3 പേർക്ക് വെച്ചുള്ള 2 സീറ്റ്, അപ്പൊ 2 into 3 എത്രയാ ആൻസർ? 6. അടുത്തെന്താ പറയുന്നേ? 4 into 4 പേർക്ക് 4 സീറ്റ് 2 പേർക്ക് വെച്ചിരിക്കാം, 2 പേർക്ക് വെച്ചിരിക്കാൻ പറ്റുന്ന 4 സീറ്റ്, അപ്പോൾ എത്രയായി? 8. 6 plus 8 എത്രയാണ് ആൻസർ? 14. 14 ആണ് ആൻസർ. സി ക്വസ്റ്റ്യനിലേക്ക് പോവാം. സി ക്വസ്റ്റ്യൻ, which of the following is the mathematical operation of 3 plus 3 plus 3 plus 3 plus 3 plus 3? Tick the correct one. ഇതിൽ ഏതാണ് ശരി? ഏതാണ് ശരി? നമ്മൾ എത്ര 3 ഉണ്ട്? 1 2 3 4 5 6. അപ്പോൾ 6 into 3 ആണ് ശരിയായ ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആക്ടിവിറ്റി 3 ആണ്, ഷൂട്ടിംഗ് കോമ്പറ്റീഷൻ ആണ്. എ പേഴ്സൺ ക്യാൻ ഷൂട്ട് 10 റൗണ്ട്സ്. ഒരാൾക്ക് 10 പ്രാവശ്യം ഷൂട്ട് ചെയ്യാൻ പറ്റും. ഓൺ ഈച്ച് ഷൂട്ട്, ഓരോ പ്രാവശ്യം ഷൂട്ട് ചെയ്യുമ്പം വേർ എവർ ദ ബുള്ളറ്റ് ഹിറ്റ്സ്, എവിടെയാണോ ബുള്ളറ്റ് ഹിറ്റ് ആവുന്നത്, ദ പേഴ്സൺ ഗെറ്റ് ദാറ്റ് സ്കോർ. ആ പേഴ്സണിന് ആ സ്കോർ കിട്ടും. ഇപ്പോൾ 1-ൽ വീണ 1 സ്കോർ, 10-ൽ വീണ 10 സ്കോർ, അങ്ങനെ 10 റൗണ്ട് ഉണ്ട്. അപ്പോൾ ദ സ്കോർ ആഫ്റ്റർ 5 റൗണ്ട്സ് ഓഫ് ഷൂട്ടിംഗ് ഈസ് ഗിവൺ ഇൻ ദ ടേബിൾ. 5 റൗണ്ട് കഴിഞ്ഞപ്പോൾ 3 പേരുടെയും തന്നിരിക്കുകയാണ്. അരുൺ, വിജയ്, സബീന. അരുൺ, വിജയ്, സമീന. അപ്പോൾ ഇവിടെ നോക്കി, 100 3 ടൈംസ് വീണു, 10-ൽ ഒന്നും വീണില്ല, 1-ൽ 2 ടൈംസ് വീണു. അപ്പോൾ 3 ടൈംസ് 100 വരുമ്പോൾ എന്തായി? 300. 0-ൽ ഒന്നുമില്ല, അപ്പോൾ 0 കൊടുത്തു. 1-ൽ 2 ടൈംസ് 2. അപ്പോൾ അടുത്ത് എങ്ങനെ എഴുതാം? വിജയ്ക്ക് എങ്ങനെയാണ്? ഇവിടെ നോക്കി, 100-ൽ എത്ര പ്രാവശ്യം വീണു? 3 ടൈംസ്. അപ്പോൾ എന്ത് എഴുതണം? 3 ടൈംസ്. 10-ൽ എത്ര ടൈംസ് വീണു? 1. 1 ടൈം 10-ൽ വീണു. അത് നോക്കിയേ, 1 ടൈം 1-ൽ വീണു. മനസ്സിലായോ? സബീനയ്ക്ക് നോക്കിയേ, 3 എന്ന് പറയുന്നത് ആദ്യത്തെ 3 100 പൊസിഷൻ. അപ്പോൾ ഇതാണ് 3 ടൈംസ് സബീനയ്ക്ക് 100 പോയിന്റ് കിട്ടി. 10 പോയിന്റ്സ് എത്ര പ്രാവശ്യം കിട്ടി? 2 പ്രാവശ്യം 10 പോയിന്റ്സ് കിട്ടി. 0 ടൈം എന്താ? നില്ലാണ്, ഒന്നും കിട്ടിയില്ല. ഹു ഗോട്ട് ദ ലീസ്റ്റ് സ്കോർ? ആർക്കാണ് ഏറ്റവും കുറച്ച് സ്കോർ കിട്ടിയത്? ആർക്കാണ് ഏറ്റവും കുറച്ച് കിട്ടിയത്? 302, 302. ആർക്കാണ്? അരുണാണ് ബി ക്വസ്റ്റ്യൻ ആൻസർ. അടുത്ത നമുക്ക് സി ക്വസ്റ്റ്യനിലേക്ക് പോവാം. സി ക്വസ്റ്റ്യൻ, വെൻ 10 റൗണ്ട്സ് വെർ ഫിനിഷ്ഡ്, one got 820 points and won. Who won the competition? 10 റൗണ്ട്സ് കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് 820 പോയിന്റ് കിട്ടി. ആർക്കാണ് ആ പോയിന്റ്? അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും കോമ്പറ്റീഷനിൽ ജയിച്ചിട്ടുണ്ടാവുക? ഇവിടെ 20 വരുന്നത് ഏതാണ്? സബീനയാണ്. അപ്പോൾ 20 വരണമെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടണം? ബാക്കിയെല്ലാം 100 ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ 20 അവസാനം വരുന്നത് സബീനയ്ക്കാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോമ്പറ്റീഷനിൽ ആരാ ജയിച്ചത്? സബീന. 820 പോയിന്റോടെ ആര് ജയിച്ചു? സബീന ജയിച്ചു. കാരണം 320 ഉണ്ടായിരുന്നു, അടുത്ത് 420 ആയി, 520 ആയി, 620 ആയി, 720 ആയി, 820 ആയി. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ സബീനയായിരിക്കും ജയിച്ചിട്ടുണ്ടാവുക. മറ്റുള്ളവർക്ക് 100 കിട്ടിയാലും 10 കിട്ടിയാലും 2 2 2 വെച്ച് പോകും, 100 കിട്ടിയാലും 10 കിട്ടിയാലും 1 1 1 വെച്ച് പോകും. അപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ? അപ്പോൾ ആരാണ് കോമ്പറ്റീഷനിൽ ജയിച്ചത്? സബീന. ഡി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കോർ വുഡ് ബി ദ മോസ്റ്റ് ലൈക്ലി സ്കോർ ഇൻ ദ 10 റൗണ്ട് ഷൂട്ടിംഗ് മാച്ച്? ടിക്ക് ദ റൈറ്റ് വൺ.
ഇതിൽ ആരുടെ സ്കോറാണ് വുഡ് ബി ദ മോസ്റ്റ് ലൈക്ലി സ്കോർ ഇൻ ദ റൗണ്ട് ഷൂട്ടിംഗ് മാച്ച്? ഇതിൽ ആരുടെ റൗണ്ടാണ് കറക്റ്റായിട്ട് വരാൻ സാധ്യത? ഏതാണ്? ഇവിടെ 534 വരാൻ ചാൻസ് ഇല്ല, കാരണം 4ൽ ആർക്കും അവസാനിച്ചിട്ടില്ല. 22ൽ വരാൻ ചാൻസ് ഇല്ല, അങ്ങനെ ആർക്കും അവസാനിച്ചിട്ടില്ല. 30ൽ ആർക്കും അവസാനിച്ചില്ല. 10 വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ എന്താണ് 10 കിട്ടി പോയാൽ നമുക്ക് 3 സബീനയ്ക്ക് എന്താണ് 10 വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഓക്കെ, ഇതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആക്ടിവിറ്റി 4 കാർ ജേണിയാണ്. ലുക്ക് അറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം തിരുവനന്തപുരം ടു വേരിയസ് പ്ലേസ്. ഓരോ സ്ഥലത്തേക്കുള്ള യാത്രയുടെ ദൂരമാണ് തന്നിട്ടുള്ളത്. കൊല്ലത്ത് 65, ആലപ്പുഴ 150 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത്, കൊച്ചി 205, അങ്ങനെ ഓരോ ജില്ലകളുടേതും നൽകിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം കൊല്ലം ടു കാസർഗോഡ്? കൊല്ലത്തിൽ നിന്ന് കാസർഗോഡ് എത്താൻ, ഇതാണ് കൊല്ലം, കൊല്ലത്തിൽ നിന്ന് കാസർഗോഡ് എത്താൻ ഉള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ വരിക? കൊല്ലത്ത് നിന്ന് കാസർഗോഡേക്കാണ്. അപ്പോൾ കൊല്ലത്തേക്ക് കാസർഗോഡ് എത്രയാണ്? 585 മൈനസ് 65. തിരുവനന്തപുരത്ത് നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. കാസർഗോഡ് എത്തുമ്പോൾ 585 കൊല്ലം ഇവിടെയാണ് 65. എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. കാസർഗോഡുള്ള 585 നിന്ന് കൊല്ലത്തുള്ള 65 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 520 കിലോമീറ്റർ ആണ് റൈറ്റ് ആൻസർ. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം കണ്ണൂർ ടു കോഴിക്കോട്? കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് വരെ. ഓക്കെ, കോഴിക്കോട് എത്രയാണ് വരിക? 471. കണ്ണൂർ ടു കോഴിക്കോട്. അടുത്ത് 397. വലുതിൽ ചെറുത് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 74 കിലോമീറ്റർ. ഓക്കെ, ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ 520. ബി ക്വസ്റ്റ്യൻ ആൻസർ 74. ആൻസർ ശരിയാണല്ലോ എല്ലാവർക്കും? യെസ്. ഇവിടെ നോക്കിയേ, കണ്ണൂരിന് 471 ആണ്, കോഴിക്കോടിന് 397. 471 നിന്ന് 397 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 74. കാസർഗോഡ് കൊല്ലം എന്ന് പറയുമ്പോൾ 585 നിന്ന് 65 കുറയ്ക്കുക. സി ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ കാർ ജേർണി ഫ്രം തിരുവനന്തപുരം ടു കാസർഗോഡ്, രാകേഷ് ഡ്രൈവ്സ് ദ കാർ ടിൽ തൃശൂർ ആൻഡ് ദെൻ രാധിക ഡ്രൈവ്സ് ദ കാർ ഫ്രം തൃശൂർ ടു കാസർഗോഡ്. ഹൂ ഡ്രൈവ്സ് മോർ? ഹൗ മച്ച് മോർ? ഇവിടെ കാർ ഓടിച്ചത് ആരൊക്കെയാണ്? രാധികയും കാർ ഓടിച്ചു, രാകേഷും കാർ ഓടിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡാണല്ലോ പോകുന്നത്. അപ്പോൾ രാകേഷ് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ ഓടിച്ചു. തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ രാധികയാണ് ഓടിച്ചത്. അങ്ങനെയാണെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഓടിച്ചത് എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം ഓടിച്ചത് രാകേഷാണ്. രാകേഷ് എത്ര ഓടിച്ചു നമുക്ക് ആദ്യം നോക്കാം. രാകേഷ് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ ഓടിച്ചു. അപ്പോൾ എന്തായി? 304 കിലോമീറ്ററാണ് ആരോടിച്ചത്? രാകേഷ് ഓടിച്ചത്. ഇനി രാധിക എത്ര ഓടിച്ചു നോക്കാം. രാധിക തൃശ്ശൂർ മുതൽ 585 കാസർഗോഡുള്ള 585 എന്ത് ചെയ്താൽ മതി? ബാക്കിയുള്ള 304 രാകേഷ് ഓടിച്ച 304 കുറച്ചാൽ മതി. കാസർഗോഡ് എത്താൻ 585 വേണമല്ലോ, അതിൽ രാകേഷ് 304 കിലോമീറ്റർ ഓടിച്ചില്ലേ. അപ്പോൾ രാധിക ഓടിച്ച കാസർഗോഡിന്റെ 585 നിന്ന് രാകേഷ് ഓടിച്ച 304 കുറച്ചാൽ ബാക്കി എത്ര കിട്ടുന്നുണ്ട്? 281 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. അപ്പോൾ ആരാണ് കൂടുതൽ ഓടിച്ചത്? രാകേഷാണ് കൂടുതൽ ഓടിച്ചത്. ഹൗ മച്ച് മോർ? എത്ര കൂടുതൽ ഓടിച്ചു? 304 നിന്ന് 281 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണ്? 23 കിലോമീറ്റർ ആണ് കൂടുതൽ ഓടിച്ചത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ വരിക. രാകേഷ് 304 ഓടിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ. ഇനി രാധിക ഓടിച്ചത് അറിയാൻ വേണ്ടി കാസർഗോഡുള്ള ആകെ ദൂരം 585 ആണ്. അതിൽ രാകേഷ് ഓടിച്ചത് കുറച്ച് കഴിഞ്ഞാൽ രാധിക ഓടിച്ചത് കിട്ടും. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് അറിയണമെങ്കിൽ രാകേഷിൽ നിന്ന് രാധിക കുറച്ച് കഴിഞ്ഞാൽ 23 കിലോമീറ്റർ ആണ് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആക്ടിവിറ്റി 5, മെഷർ ദ ഡിസ്റ്റൻസ്. Winnie and her friends are participating in long jump competition. Look at the distance covered by each one. ഓരോരുത്തരും എത്ര ദൂരമാണ് ചാടിയത്? ബെന്നി 1 meter 45 centimeter, നിധി 160 centimeters, ജിതിൻ 1 meter 50 centimeters, റിമി 200 centimeters, വിന്നി 1 meter 85 centimeters. First question, find the top 2 person in the competition. ഫസ്റ്റ് ആരാ വരിക? 200 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 മീറ്റർ.
2 മീറ്റർ ആരും ചാടിയില്ലല്ലോ. അപ്പോൾ 200 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ ചാടിയത് ആരാ? റിമി. ഫസ്റ്റ് പ്ലേസിൽ റിമിയാണ്. സെക്കൻഡ് പ്ലേസിൽ ആരാ വരിക? ഇവിടെ 1 മീറ്റർ. അപ്പോൾ 185 സെന്റിമീറ്റർ. ഇതാണ് 180 സെന്റിമീറ്റർ, 1 മീറ്റർ 85 സെന്റിമീറ്റർ. സെക്കൻഡ് പൊസിഷനിൽ നിന്ന് ആരാ വരിക? വിന്നിയാണ്. ഇത് ഫസ്റ്റ്. സെക്കൻഡ് ആരാ വരിക? വിന്നിയാണ് വരിക. അപ്പോൾ അതെന്ത് ചെയ്യുക? ഇവിടെ എഴുതണം. എങ്ങനെ എഴുതാം? ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ. ഫസ്റ്റ് പൊസിഷനിൽ ആരാ വരിക? റിമി. റിമി എന്താണ്? 200 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 200 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 മീറ്റർ. സെക്കൻഡ് പൊസിഷനിൽ ആരാണ്? വിന്നി. വിന്നി എത്രയാ വരിക? 185 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്ററും 85 സെന്റിമീറ്ററും. ഫസ്റ്റ് വന്നത് റിമി, സെക്കൻഡ് വന്നത് വിന്നിയാണ്. From the table, find out the difference between the largest distance and the shortest distance covered. Largest distance എത്രയാണ്? ലാർജസ്റ്റ് എത്രയാ വന്നേ? 200 സെന്റിമീറ്റർ ആയിരുന്നു അല്ലേ? ഷോർട്ടസ്റ്റ് ഏറ്റവും വേഗത കുറച്ച് ഏറ്റവും ചെറിയ ചാട്ട ആരാ ചാടി? 145. 1 മീറ്റർ 45 സെന്റിമീറ്റർ 145 സെന്റിമീറ്റർ. ഇപ്പൊ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിഫറൻസ് എന്താണ്? 200-ൽ നിന്ന് 145 കുറയ്ക്കുക. ഉത്തരം എത്ര കിട്ടും? 55 സെന്റിമീറ്റർ. ഓക്കെ, 55 സെന്റിമീറ്റർ ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി ഇതിൽ സി ക്വസ്റ്റ്യൻ ഉണ്ട്. സി ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. സി ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷർമെന്റ് ക്യാൻ ബി ദ ലെങ്ത് ഓഫ് എ പെൻസിൽ? ടിക്ക് ദ കറക്റ്റ് ആൻസർ. ഇതിൽ നമുക്ക് ഏതാണ് സ്കെയിലിൽ അളക്കാൻ കഴിയുക? 150 സെന്റിമീറ്റർ ആണോ, 18 സെന്റിമീറ്റർ ആണോ, 18 മീറ്റർ ആണോ, 180 മീറ്റേഴ്സ് ആണോ? ഏതാണ് നമുക്ക് സ്കെയിലിൽ അളക്കാൻ കഴിയുക? 18 സെന്റിമീറ്റേഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുക? അളക്കാനായിട്ട് കഴിയുക. അപ്പോൾ ഇതായിരുന്നു നെക്സ്റ്റ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി 6ലേക്ക് പോകാം. സയൻസ് ഫെസ്റ്റിവൽ ആണ്. The table below shows the number of students participated in various competition on each day of the 2-day sub-district science festival. സയൻസ് ഫെസ്റ്റിവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികളുടെ നോക്കാം നമുക്ക്. സയൻസ് ഫെയറിന് 212 കുട്ടികൾ പങ്കെടുത്തു. സ്പോർട്ട് വർക്ക് എക്സ്പീരിയൻസ് ഫെയറിൽ 145, സോഷ്യൽ സയൻസിൽ 143. ഇതാണ് ഫസ്റ്റ് ഡേ. സെക്കൻഡ് ഡേ മാത്തമെറ്റിക്സ് ഫെയർ ആയിരുന്നു, 118, വർക്ക് എക്സ്പീരിയൻസ് 122, IT ഫെയർ 147. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ വർക്ക് എക്സ്പീരിയൻസ് ഫെയർ ഓൺ 2 days? 2 ദിവസം കൂടെ വർക്ക് എക്സ്പീരിയൻസിൽ എത്ര പേരാണ് പങ്കെടുത്തത്? ഫസ്റ്റ് ഡേ 145, സെക്കൻഡ് ഡേ 122. ഇപ്പൊ എന്ത് ചെയ്താൽ മതി? 145ഉം 122 കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പോൾ എന്ത് ആൻസർ കിട്ടും? 267 ആണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ സബ് ഡിസ്ട്രിക്ട് സയൻസ് ഫെസ്റ്റിവൽ? സയൻസ് ഫെസ്റ്റിവലിന് ടോട്ടൽ എത്ര കുട്ടികൾ പങ്കെടുത്തു? എത്ര പേരാണ് പങ്കെടുത്തത്? ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. 212, 145, 143. എത്രയാ വരിക? 005. ആൻസർ ഈസ് 500. ഓക്കെ, അടുത്ത് രണ്ടിനുണ്ട് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് സബ് ഡിസ്ട്രിക്ട് സയൻസ് ഫെസ്റ്റിവൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സബ് ഡിസ്ട്രിക്ട് സയൻസ് ഫെസ്റ്റിവൽ. സയൻസ് ഫെസ്റ്റിവലിന് എത്ര പേർ പങ്കെടുത്തു? ഇതും സയൻസ് ഫെസ്റ്റിവലാണ്, ഇതും സയൻസ് ഫെസ്റ്റിവലാണ്. ഇപ്പൊ രണ്ടും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തിൽ നമുക്ക് കിട്ടുക ഇവിടെ എത്രയാ കിട്ടിയേ? ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേ പങ്കെടുത്ത എത്ര പേരാണ്? 500 ആണ്. സെക്കൻഡ് ഡേ പങ്കെടുത്തത് എത്ര പേരാണ്? 387. ഇപ്പോൾ 500ഉം 387ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുക? 887 ആണ് ആൻസർ ആയിട്ട് വരിക. 500ഉം 387ഉം കൂടെ കൂട്ടുമ്പോൾ 887 ആണ് ആൻസർ ആയിട്ട് വരിക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മോർ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഓൺ ദ ഫസ്റ്റ് ഡേ ദാൻ ഓൺ ദ സെക്കൻഡ് ഡേ? ഫസ്റ്റ് ഡേക്കാളും സെക്കൻഡ് ഡേക്കാളും ഫസ്റ്റ് ഡേയിൽ എത്ര പേർ കൂടുതൽ പങ്കെടുത്തു? ഫസ്റ്റ് ഡേയിൽ എത്ര പേർ പങ്കെടുത്തു? 500. സെക്കൻഡ് ഡേയിൽ എത്ര പേർ പങ്കെടുത്തു? 387. അപ്പോൾ നമുക്ക് നോക്കാം എത്ര പേർ കൂടുതൽ പങ്കെടുത്തു. 3, 1, 1. 113 കുട്ടികളാണ് ആദ്യത്തെ ദിവസം കൂടുതൽ പങ്കെടുത്തത്. രണ്ടാമത്തെ ദിവസത്തെക്കാളും ഒന്നാമത്തെ ദിവസം 113 കുട്ടികളാണ് കൂടുതൽ പങ്കെടുത്തത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ മാത്സ് എക്സാം. എല്ലാവർക്കും ആൻസർ കറക്റ്റ് ആണല്ലോ?
യെസ്. ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഇത് രണ്ടും കൂടെ കൂട്ടിയാണ് കേട്ടോ എഴുതാനുള്ളത്. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, താങ്ക് യു.